Welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCRT Class 10 Chapter 2 Circles. We are continuing the chapter. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് പേജ് 59th ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ നമ്മൾ 3rd ക്വസ്റ്റ്യൻ വരെയാണ് കംപ്ലീറ്റ് ആക്കിയത്. ഇനി 4th ക്വസ്റ്റ്യൻ. Prove that a parallelogram. അതാണ് ചെയ്തത് അല്ലേ. പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം prove that any non-isosceles trapezium is not cyclic. Prove that any non-isosceles trapezium is not cyclic. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയംസ് സൈക്ലിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ട്രപ്പീസിയം നമുക്ക് എസ്യൂം ചെയ്യാം. ഒരു ട്രപ്പീസിയം ABCD ആൻഡ് ലെറ്റ് ദിസ് ബി എ നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം. അപ്പോൾ ഇത് ABC ആൻഡ് D. ഇപ്പം നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം ആണെങ്കിൽ AD നോട്ട് ഈക്വൽ ടു BC ആയിരിക്കും. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കില്ല നോൺ ഐസോസ്ലെസ് ആകുമ്പോൾ. അങ്ങനെയാകുമ്പോൾ ആംഗിൾ A നോട്ട് ഈക്വൽ ടു ആംഗിൾ B ആയിരിക്കും. ആൻഡ് ഇത് രണ്ടും പാരലൽ ലൈൻസാണ്. ABയും CDയും പാരലൽ ലൈൻസാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ A പ്ലസ് ആംഗിൾ D വിൽ ബി ഈക്വൽ ടു 180. സിൻസ് AB പാരലൽ ടു CD, angle A plus angle D is equal to 180 degree because co-interior angles. അതേപോലെ തന്നെ ആംഗിൾ B പ്ലസ് ആംഗിൾ C അതും സം 180 ആണ്. അതും co-interior angles ആണ്. സോ ആംഗിൾ B പ്ലസ് ആംഗിൾ C is also equal to 180 പാരലൽ ലൈൻസ് ആയതുകൊണ്ട്. ഇനി ആംഗിൾ A ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ B ബിക്കോസ് നോൺ ഐസോസ്ലെസ് ആണ്. നോൺ ഐസോസ്ലെസ് ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ ആംഗിൾ A ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ B. സോ ഇൻസ്റ്റെഡ് ഓഫ് ആംഗിൾ എക്ക് പകരം ഇപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ D 180 ആണ്. അപ്പോൾ ഈ Aയും Bയും നോട്ട് ഈക്വൽ ആണെങ്കിൽ ആ ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180യിൽ ആംഗിൾ എക്ക് പകരം ആംഗിൾ B ഇട്ട് കൊടുത്താൽ എന്താവും? ആംഗിൾ D. ആംഗിൾ എക്ക് പകരം ആംഗിൾ B ആക്കിയാൽ ഇപ്പോൾ ഓൾറെഡി വി നോ ആംഗിൾ A നോട്ട് ഈക്വൽ ടു ആംഗിൾ B ആണ്. അപ്പോൾ ആംഗിൾ എക്ക് പകരം ആംഗിൾ B കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ B പ്ലസ് ആംഗിൾ D വിൽ നോട്ട് ബി ഈക്വൽ ടു 180. അതേപോലെ തന്നെ ഇതിലാണെങ്കിലും ആംഗിൾ Dക്ക് പകരം ആംഗിൾ C കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും നോട്ട് ഈക്വൽ ടു 180 ആവും. So angle B plus angle D not equal to 180 and or also angle A plus angle C not equal to 180 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ നോട്ട് സപ്ലിമെൻ്ററി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ നോട്ട് സപ്ലിമെൻ്ററി. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ABCD therefore ABCD is not cyclic. Therefore non-isosceles trapeziums is not cyclic. non-isosceles trapeziums ഒന്നും cyclic അല്ല. ഇനി question number 5. In the picture bisectors of adjacent angles of the quadrilateral ABCD intersect at PQRS. Prove that PQRS is a cyclic quadrilateral. Prove that
PQRS is a cyclic quadrilateral. PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫിഗർ ഇങ്ങനെയാണ് തന്നിരിക്കുന്ന ഫിഗർ. അപ്പോൾ അതിൽ ഈ വേർട്ടിസസ് പറഞ്ഞിരിക്കുന്നത് ദിസ് ഇസ് എ, ഇത് എ, ഇത് ബി, ഇത് സി, ഡി. പിന്നെ ഈ മീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റ് പി, ക്യു, ആർ ആൻഡ് എസ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, PQRS ഈ ഉള്ളിലുള്ളത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ സമ്മ് സപ്ലിമെൻ്ററി ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ബൈസെക്ടേഴ്സ് ആണ്. ഈ എ എന്നുള്ള ഈ ലൈന് ബൈസെക്ടറാണ്, ഡി എന്നുള്ള ഈ ലൈൻ ബൈസെക്ടറാണ്. ഇതെല്ലാം ബൈസെക്ടേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിൾസും ഈക്വലാണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. If this is y, this also will be y because BQ is a bisector. ഇവിടെയാണെങ്കിലും ഇത് Z. ഇനി ഇതിന് നമുക്ക് വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം, U. അപ്പോൾ ഇതെല്ലാം ബൈസെക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൺസിഡർ ട്രയാങ്കിൾ ASD. ഈ ASD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഈ ഒരു ആംഗിൾ ഇവിടെ എക്സ്, ഇവിടെ U. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വിൽ ബി ആംഗിൾ എസ്? അപ്പോൾ ആംഗിൾ ASD കാണാം. ആംഗിൾ ASD ഇസ് ഈക്വൽ ടു 180 മൈനസ് യു പ്ലസ് എക്സ്. 180 മൈനസ് യു പ്ലസ് എക്സ് ആണ് ആംഗിൾ ASD. അപ്പോൾ അതേ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. ഇവിടെയും എന്ത് വരും? 180 മൈനസ് യു പ്ലസ് എക്സ്. ഇനി അതേപോലെ കൺസിഡർ ട്രയാങ്കിൾ BQC. BQC കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ ഒരു ആംഗിൾ സെഡും ഒരു ആംഗിൾ വൈയും ആണെങ്കിൽ ഹൗ മച്ച് വിൽ ബി ആംഗിൾ BQC? ആംഗിൾ BQC ഈസ് 180 മൈനസ് വൈ പ്ലസ് സെഡ്. സോ ഈ ആംഗിൾ 180 മൈനസ് വൈ പ്ലസ് സെഡ് ആണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഇതും 180 മൈനസ് വൈ പ്ലസ് സെഡ്. ഇനി നമുക്ക് കാണേണ്ടത് ആംഗിൾ, ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടുമെന്ന് നോക്കിയാൽ മതി. സോ ദിസ് ആംഗിൾ മീൻസ് ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് PQRS സൈക്ലിക് ആവണമെങ്കിൽ ആംഗിൾ PSR പ്ലസ് ആംഗിൾ PQR ഷുഡ് ബി ഈക്വൽ ടു 180 ആവണം. അപ്പോൾ ആംഗിൾ PSR എന്ന് പറയുന്നത് 180 മൈനസ് യു പ്ലസ് PSR എന്ന് പറഞ്ഞാൽ ആംഗിൾ ASD തന്നെയാണ്, 180 മൈനസ് യു പ്ലസ് എക്സ്. ആൻഡ് ആംഗിൾ PQR എന്ന് പറയുന്ന ആംഗിൾ ഈ ആംഗിൾ 180 മൈനസ് വൈ പ്ലസ് സെഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 പ്ലസ് 180 360 മൈനസ് യു പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇവിടെ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററലാണ്, ഇത് ഫുള്ളൊരു ക്വാഡ്രിലാറ്ററലാണ്. ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ആംഗിൾസ് എല്ലാം കൂടെ ആംഗിൾസ് ആഡ് ചെയ്ത് എത്രയാണ് വരിക? 360 ആണ് സം ഓഫ് ഓൾ ദ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 360. സോ ഈ ആംഗിൾ A എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2x, B is 2y, D is, this is angle C. Angle C is 2z. Angle C 2z plus angle D is 2u is equal to 360. ഇതിലെല്ലാത്തിലും 2 കോമൺ ആയതുകൊണ്ട് ഒരു 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് യു ഇസ് ഈക്വൽ ടു 180. ആ 180 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 360 മൈനസ് 180 ദാറ്റ്സ് ഈക്വൽ ടു 180. അപ്പോൾ എന്താ കിട്ടിയത്? ആംഗിൾ PSR പ്ലസ് ആംഗിൾ PQR, ഈ രണ്ടിൻ്റെയും കൂടെ ഇതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓപ്പോസിറ്റ് ആംഗിൾ സം ഇസ് സപ്ലിമെൻ്ററി ഓർ ആംഗിൾ PSR plus angle PQR is equal to 180. Therefore, PQRS is a cyclic quadrilateral. Therefore, PQRS is cyclic. Opposite angle sum supplementary ആയതുകൊണ്ട് അത് cyclic ആണ്. ഇനി next question.
Question number 6. Question number 6. Adil first one. The two circles below intersect at P. Intersect at P. At P and Q. And lines through these points meet the circles at A, B, C, D. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABDC is a cyclic quadrilateral. അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. അവിടെ തന്നിരിക്കുന്നത് രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്. രണ്ട് സർക്കിൾസ് ഉണ്ട്. ഇത് ഫസ്റ്റ് സർക്കിളും സെക്കൻഡ് സർക്കിൾ. The line AC the line BD. ഇത് A, B, C, D and P and Q. ഇതിൽ ഈ ലൈൻസ് ഈ പി ക്യു നമുക്ക് ജോയിൻ ചെയ്യാം. ഈ പി ക്യു ജോയിൻ ചെയ്യുമ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ പി ക്യു ബി സൈക്ലിക്കാണ്. കാരണം എല്ലാ വേർട്ടിസസും ഓൺ ദ സർക്കിളാണ്. അപ്പോൾ ഇവിടെ ഈ ആംഗിളിനെ നമുക്ക് എക്സ് ആക്കി എടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ഈ ആംഗിൾ സൈക്ലിക് ആയതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് if angle A is equal to x, then angle PQB is equal to 180 minus x. അപ്പോൾ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് ആംഗിൾ PQD is equal to 180 minus of 180 minus x, that's equal to x. അപ്പോൾ ഈ ഭാഗം ഇവിടെ ഈ ആംഗിൾ എക്സ് ആയി. ഇനി അഗെയിൻ PQDC ഈ സൈക്ലിക്, 4 വേർട്ടിസസും ഓൺ ദ സർക്കിളാണ്. അപ്പോൾ അത് സൈക്ലിക് ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതെന്ത് വരും? ദാറ്റ് വിൽ ബി 180 മൈനസ് എക്സ്. അപ്പോൾ അത് 180 മൈനസ് എക്സ് ആവും. ദെർഫോർ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആംഗിൾ എ ഈക്വൽ ടു എക്സും ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് എക്സും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇത് രണ്ടും ഈ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. എക്സ് പ്ലസ് 180 മൈനസ് എക്സ് എന്ന് പറയുന്നത് 180. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ആർ സപ്ലിമെൻ്ററി ആംഗിൾസ്. അപ്പോൾ ഇത് രണ്ടും സപ്ലിമെൻ്ററി ആംഗിൾസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആംഗിൾ സം 180 ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ട്രപ്പീസിയം. സോ വി ക്യാൻ സേ ദാറ്റ് ACDB is a trapezium. അത് ട്രപ്പീസിയം ആണ്. എല്ലാ ആംഗിൾസും എല്ലാ വേർട്ടിസസും
ഇവിടെയുള്ള ഈ ആംഗിൾ എ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിളാണ്. ആംഗിൾ സി, ഇവിടെ ആംഗിൾ സമ്മ്, ഇവിടെ എക്സും ഇവിടെ 180 മൈനസ് എക്സും ആണ്. അപ്പോൾ അത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. കാരണം ഇതിൻ്റെ ഈ എ ബിയും സി ഡിയും പാരലലാണ്. കാരണം അതിൻ്റെ ആംഗിൾ സമ്മ് 180 ആയതുകൊണ്ട് ദേ ആർ പാരലൽ ലൈൻ. സോ എ ബി ഈസ് പാരലൽ ടു സി ഡി ആൻഡ് എ ബി സി ഡി ഇസ് എ ട്രപ്പീസിയം. അപ്പോൾ അത് ഐസോസ്ലസ് ട്രപ്പീസിയം ആയിരിക്കും. So they are isosceles trapezium. Therefore, what can you say? അപ്പോൾ അതിൻ്റെ adjacent angle sum 180 ആണ്. These two are parallel lines. So we can say that ABDC is cyclic. ഇനി അതിലത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആ 6th സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, in the picture the circles on the left and right, the circles on the left and right intersect the middle circle, intersect the middle circle at P, Q, R, S. The lines joining them meet the left and right circles. The left and right circles, left and right circles at A, B, C, D. Prove that ABCD is a cyclic quadrilateral. ABCD is a cyclic quadrilateral. അപ്പോൾ അവിടെ 3 സർക്കിൾസ് ആണ് തന്നിരിക്കുന്നത്. അത് സൈക്ലിക് ആണെന്ന് കാണിക്കണം. സോ ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ, തേർഡ് സർക്കിൾ. അപ്പം ഇതിൻ്റെ ഇത് മൂന്നിലൂടെയും പാസ് ചെയ്യുന്ന ലൈനാണത്. നൗ വി ഹാവ് ടു ഷോ ദാറ്റ് ABCD ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ തന്നിരിക്കുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് PQ ജോയിൻ ചെയ്യാം. ജോയിൻ RS. ഇപ്പോൾ PQ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ABQP ഇസ് സൈക്ലിക്. എല്ലാ വേർട്ടിസസും ഓൺ ദ സർക്കിൾ ആയതുകൊണ്ട് ABQP സൈക്ലിക് ആണ്. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 180 മൈനസ് എക്സ്. അപ്പോൾ ABQP എന്ന് പറയുന്നത് സൈക്ലിക് ആയതുകൊണ്ട് ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180 മൈനസ് എക്സ്. അതേപോലെ ഇപ്പോഴത്തെ ആംഗിൾ ഇവിടെ ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 180 മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ 180 മൈനസ് എക്സ് ആകുമ്പോൾ വീണ്ടും ലീനിയർ പെയർ, ഈ ആംഗിൾ എക്സ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 180 മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ സം, ദറ്റ് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180. Therefore ABDC is cyclic. അപ്പോൾ ABDC എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. കാരണം ഓപ്പോസിറ്റ് ആംഗിൾ സമ്മ് സപ്ലിമെൻ്ററി ആയതുകൊണ്ട്. ഇനി അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ പോയിൻറ്റ്സ് PQR are marked on the sides BC, CA, AB of triangle ABC, and the circumcircles of triangle AQR and triangle BRP are drawn. M is a point
M is a point where these circles intersect. These circles intersect. Prove that the circumcircle of triangle CPQ also passes through M. Prove that circumcircle of triangle CPQ. അപ്പോൾ CPQ എന്ന് പറയുന്നത് ഇതാണ് C എന്ന് പറഞ്ഞ പോയിന്റ്. CPQ also passes through M. The circumcircle. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ കൂടെ ഈ സർക്കിൾ ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്, എമ്മിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ സർക്കിളും എമ്മിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ സർക്കിൾ വരയ്ക്കുകയാണെങ്കിലും സർക്കിൾ ഓഫ് ട്രയാങ്കിൾ CPQ അതായത് ഈ ട്രയാങ്കിളിൻ്റെ സർക്കിൾ വരയ്ക്കുകയാണെങ്കിലും അത് എമ്മിലൂടെ പാസ് ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിലൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു ജോയിൻ ചെയ്യാൻ ലൈൻ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതും സൈക്ലിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഏതൊക്കെ സൈക്ലിക് ആണെന്ന് കാണിക്കണ്ടേ? CPMQ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ സമ്മ് സപ്ലിമെൻ്ററി ആയിരിക്കണം. അതായത് ഈ ആംഗിളും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്താൽ 180 ആവണം. സോ അതിന് വേണ്ടിയിട്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു ജോയിൻ. ഇവിടെ ഒരു ലൈൻ വെച്ചിട്ട് ഇതങ്ങ് ജോയിൻ ചെയ്യാം. സോ വി ആർ ഗെറ്റിംഗ് BRMQ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. BRMQ is a cyclic quadrilateral. So let this angle be X. A-ന് X എന്ന് കൊടുക്കാം, B-ക്ക് Y and C is Z. സോ ഇത് സൈക്ലിക് ആയതുകൊണ്ട് ഈ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ പേരാണ് ആംഗിൾ. സോ ആംഗിൾ B we are taking it as Y. So angle RMP is equal to 180 minus Y. P angle 180 minus Y. ഇവിടെ 180 minus Y. ഇനി ഇവിടെ X ആയതുകൊണ്ട് ആംഗിൾ എനെ നമ്മൾ X ആക്കി എടുത്തതുകൊണ്ട് ആംഗിൾ QMR is equal to 180 minus X. അപ്പോൾ ഈ ആംഗിൾ 180 minus X. ഇനി ഈ ആംഗിളാണ് കാണേണ്ടത്. ആംഗിൾ PMQ കാണണം. ആംഗിൾ PMQ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ള അത് നമ്മൾ കാണണമെങ്കിൽ ടോട്ടൽ ആംഗിൾ സം അറൗണ്ട് എ പോയിന്റ് ഇസ് 360. സോ ആംഗിൾ PMQ ക്യാൻ ബി റിട്ടൺ ആസ് 360 മൈനസ് 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് വൈ. So that is equal to angle PMQ എങ്ങനെ എഴുതാം? ആംഗിൾ PMQ is equal to 360 മൈനസ് ഇവിടെ 180 പ്ലസ് 180 വീണ്ടും 360 മൈനസ് എക്സ് മൈനസ് വൈ. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 360 ക്യാൻസൽ ആവും. ബാക്കിയാണ് എക്സ് പ്ലസ് വൈ. സോ വി ആർ ഗെറ്റിംഗ് ദിസ് ആംഗിൾ ആസ് എക്സ് പ്ലസ് വൈ. ഇത് എക്സ് പ്ലസ് വൈ. ഇനി ഇത് സൈക്ലിക് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABCയുടെ ആംഗിൾസ് എക്സ് വൈ സെഡ് ആണ്. അപ്പം ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C സമ്മ് 180 ആണ്. സോ വി നോ ദാറ്റ് ഓരോ ആംഗിൾസിന് നമ്മൾ എക്സ് വൈ സെഡ് എന്നാണ് എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 180. സോ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് 180 ആണ്. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ആംഗിൾ PMQ എക്സ് പ്ലസ് വൈയും ആംഗിൾ സി എന്ന് പറയുന്നത് സെഡും ആണ് കിട്ടിയിരിക്കുന്നത്. സോ വി ആർ ഗെറ്റിംഗ് ആംഗിൾ PMQ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 180. Therefore opposite angle sum is supplementary and therefore ആ quadrilateral ഏതാണ്? PMQC. PMQC is cyclic.
Therefore, if we are drawing the circumcircle of triangle CPQ also passes through M. അത്രയാണ് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്ന പേജ് നമ്പർ 60. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.